ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവാര് അല്ലെങ്കിൽ കുടുംബമേതി എന്നൊക്കെ വിഷയത്തിൽ ഇതേപോലെ ചരിത്രങ്ങൾ കാണാം. ലുക്മാൻ ഇബ്നു ബഊറ എന്നാണ്. ബഊറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ലുക്മാൻ. ഈ ബഊറ എന്നുള്ളത് നാഹൂർ എന്നുള്ള വ്യക്തിയുടെ പേരാണ്. നാഹൂർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് താറഹ് എന്നാണ്. താറഹ്. അപ്പോൾ ലുക്മാൻ ഇബ്നു ബഊറ ഇബ്ൻ നാഹൂർ ഇബ്നു താറഹ് എന്നാണ് പറയുന്നത്. ഈ താറഹ് എന്നത് കേട്ടിട്ടുണ്ടോ? ആരാ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വാപ്പ ആസറിൻ്റെ മറ്റൊരു പേരാണ് താറഹ്. എൻ്റെ മകൻ നാഹൂറിൻ്റെ മകൻ ബാഊറ എൻ്റെ മകൻ ലുക്മാൻ അല്ലേ. ആസറിൻ്റെ സന്താന പരമ്പരയിലാണ് ഈ ലുക്മാൻ വരുന്നത്. അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് എന്നാണ്. ദീർഘകാലം ജീവിച്ച വ്യക്തിയാണ് ലുക്മാൻ. അതുകൊണ്ടാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കാലത്തേക്ക് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇദ്ദേഹം ലുക്മാൻ ഇബ്നു അൻഖ ഇബ്നു നസ്വർ, ലുക്മാൻ ഇബ്നു അൻഖ ഇബ്നു നസ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വലിയ ഉള്ള ചരിത്രമായതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഈ പേരുകളുടെ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ മാത്രമല്ല, അന്നൊക്കെ പേരുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ കാലത്ത് മാതിരി ഒരു പേരും അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എല്ലാ പരിപാടികളല്ല. പേരുകൾ എന്ന് പറഞ്ഞെങ്കിൽ പലയിടത്തും പല പേരുകളും അന്നത്തെ കാലത്തൊന്നും ഒരു വിഷയമല്ലാത്തതാണ്. ചിലർ പറഞ്ഞത് ഇത് ഇബ്നു ഖാലത്തി അയ്യൂബ് അലൈഹി സ്വലാം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖാലത്തിൻ്റെ മകനാണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി. ചിലർ പറഞ്ഞത് ഇബ്നു ഉഖ്തി അയ്യൂബ് അലൈഹി സ്വലാം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരി പുത്രനാണ് ലുക്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞ നസബയാണ് ഞാൻ ഈ ഇവിടെ എഴുതിയത്. ലുക്മാൻ അലൈഹിസ്സലാം അറബിയാണോ അനറബിയാണോ? അത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രധാന ചർച്ചയാണ്. ഇദ്ദേഹം അറബിയാണോ അതല്ല അനറബിയാണോ? അനറബിക്ക് എന്താ പറയുക? അജമി. അജമി എന്ന് പറഞ്ഞാൽ അനറബി. അറബി അനറബി ആരാണ് എന്നതാണ്. ഈ പേര് അറബി പേരാണോ അതല്ല അനറബി പേരാണോ എന്നുള്ളത്. ഇപ്പം ഇബ്രാഹിം, ഇസ്മായിൽ ഇതൊക്കെ അനറബി പേരാണ്, അറബി പേരല്ല, അനറബി പേരാണ്. ഇതേപോലെയാണോ ലുക്മാൻ? ചിലർ പറഞ്ഞ് അനറബി പേരാണ്. അനറബി പേരാകുമ്പോൾ ശരിയല്ല. പക്ഷെ ഇത് അറബി പേരാണ് എന്ന് വന്നാൽ ഇത് ഏതിൽ നിന്നുള്ള അറബി പേരാണ്? അറബി പേരാകുമ്പോൾ ഇത് വിൽപ്പന്നാകും, ഒരു ക്രിയാധാതുവിൻ്റെ വിൽപ്പന്നാകും, ഇസ്തിഖാഖ്. അപ്പോൾ ഏതിൽ നിന്നെടുക്കപ്പെട്ടതാണ് ഈ അറബി പേര്? അറബി പേരാണ് എന്ന് പറയുമ്പോൾ അല്ലഖം എന്നതിൽ നിന്നാണ് ഇത് എടുക്കപ്പെട്ടത്. അല്ലഖം, ഇതല്ലഖം. ലഖം, മാഷാ അല്ലാ. ഉരുളക്കാണ് പറയുക. ലുക്കുമത്ത് എന്ന് പറയില്ലേ? ലുക്കുമത്ത്, ലുക്കൈമാത്ത് എന്ന് പറയും. അത് ഉരുളകളല്ല, അത് ലുക്കുമ ഉരുളയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ മാംസാഹാരം ഉണ്ടാക്കിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിക്കുകയാണ്, ഒരു മഹദി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവർ ക്ഷണിച്ചു വേഗം. ഹദീസിൽ കാണാം, ഫഅഖദ ലുക്കുമത്തൻ, നിസ്ലാസൽമ തങ്ങൾ ഒരു ലുക്കുമത്തെടുത്ത് തനാവലഹ, നിസ്ലാസൽമ തങ്ങൾ ആ ലുക്കുമത്ത് വായിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങുക. പക്ഷേ ലം യുസിഹ, റസൂലുള്ളാഹിക്ക് അത് ഇറക്കാൻ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി ശാത്ത് ദുബിഹത് ബിഗൈരി ഇദ്നി അഹ്ലിഹ, ഈ ആട് പെർമിഷൻ ഇല്ലാതെ അറുക്കപ്പെട്ടതാണ്, ഉടമൻ്റെ അനുവാദമില്ലാതെ അറുക്കപ്പെട്ടതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആ ഉമ്മ എന്നിട്ട് പറഞ്ഞ്, യാ റസൂലല്ലാഹ്, ഇന്ന ലാ നഹ്തശിമു മിൻ ആലി സഅദ് ബിൻ മുആദ് വഹും ലാ യഹ്തശിമൂന മിന്ന. റസൂലെ, സഅദ് ബിൻ മുആദ് പ്രമുഖ സഹാബി അൻസാരി, ആ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി എടുത്തു നിന്നതിൽ ഞങ്ങൾ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല, അവർ ഞങ്ങളുടേത് എടുത്തു നിന്നതിൽ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിൽ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് അത് അനുവദനീയാണ്. ആടാണെങ്കിൽ ഞങ്ങൾക്ക് അറുത്ത് തിന്നാം, മുട്ടക്കാണെങ്കിൽ അറുത്ത് തിന്നാം, ഒരു പ്രശ്നം ഓൽക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അവർക്ക് സ്വത്താണ്, അവരുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനുവാദം ചോദിക്കാറില്ല എന്ന് പറയുന്നത്. അവിടെ ആ സംഭവത്തിൽ പിന്നെ അഹദ ലുക്കുമത്തൻ, റസൂൽ ലുക്കുമത്ത് എടുത്തു. ഹത്തൽ ലുക്കുമ, എന്താ ലുക്കുമ?
ആ ഉരുള, തജാലുഹ ഫി ഇമ്രഅതിക്, നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുവെങ്കിൽ അതെന്താ? സദക്ക എന്ന് പറഞ്ഞാൽ ലുഖ്മത്ത്. അതാണ് വിശുദ്ധ ഖുർആനിൽ വന്നില്ലേ, ഫൽതഖമഹു, വിഴുങ്ങി എന്നാണ്. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം അല്ലേ, വിഴുങ്ങി ഇൽതഖമ. അപ്പോൾ അതാണ് ലഖം. ലഖം എന്ന് പറഞ്ഞെങ്കിൽ വിഴുങ്ങുക, സ്പീഡിൽ തിന്നുക, വേഗത്തിൽ തിന്നുക എന്ന അർത്ഥത്തിലാണ്. ലുക്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ അതാണ്, സ്പീഡിൽ തിന്നുന്നവൻ എന്ന അർത്ഥത്തിൽ. ഒരിക്കൽ ഈ അബുൽ അസ്വദുദ്ദു അലി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു ആറാബി വന്നു. ആറാബി വന്നിട്ട് തിന്നായിരുന്ന്, നടന്മാർ പോലെ സ്വിച്ച് ഇട്ട യന്ത്രത്തിൻ്റെ മാതിരി മുപ്പര് തിന്നണ പെരും തീറ്റ തുടങ്ങിയെന്നാണ്. അബുൽ അസ്വദ് അലി ചോദിക്കാൻ മസ്മുക്ക്, എൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ ലുക്മാൻ. അപ്പോൾ അബുൽ അസ്വദ് അലി പറയാണ് മാ അഖ്താഹ്ലുക ഫീ ഇസ്മിക എന്നാണ്, അല്ലെങ്കിൽ തസ്മിയത്തൊക്കെ, നിൻ്റെ പേരിടലിൽ നിൻ്റെ കുടുംബത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞതാണ്. കാരണം മൂപ്പര് ആണ് യന്ത്രം കണക്കെയാണ് ഇത് പെറുക്കിടുന്നതെന്നാണ്. അവിടെ അബുൽ അസ്വദ് അലി തന്നെ ഒരു വിഷയമാണ്. അബുൽ അസ്വദ് അലി വലിയ പണ്ഡിതനാണ്, വ്യാകരണത്തിലും ഭാഷയിലുമൊക്കെ വലിയ പിന്നെ ഒരു മഹാ അത്ഭുതമാണ് അബുൽ അസ്വദ് അലി. ഭയങ്കര ധിഷണയാണ് അദ്ദേഹം, പെട്ടെന്ന് നല്ല കണിശമായി കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരു പിന്നെ ബുദ്ധിരാക്ഷസനാണ് അബുൽ അസ്വദ് അലി. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലീൻ താബിഈങ്ങളിൽ പ്രസിദ്ധനാണ് അബുൽ അസ്വദ് അലി. ബാലിം ഇബ്നു അംർ അലി, ഇവർക്ക് ഈ അലി റളിയല്ലാഹുവിൻ്റെ കൂടെയാണ് ഇദ്ദേഹം. ബനു കുശൈർ ഗോത്രത്തിലായിരുന്നു, അതിനോടടുത്തായിരുന്നു താമസിച്ചിരുന്നത് ബനു കുശൈർ. ഈ ബനു കുശൈർ ഗോത്രത്തിന് അലിയാരെ കണ്ടുകൂടാ, അലി റളിയല്ലാഹുവിനെ കണ്ടുകൂടാ. കാരണം അവർ ഈ ഖവാരിജികളോട് ചായവുള്ള ഒരു ടീമാണ്. പക്ഷെ അവർക്ക് അബുൽ അസ്വദ് അലിയെ താല്പര്യമാണ്, അതുകൊണ്ടാണ് അവിടെ പോയി തുറന്നത്. പക്ഷെ അലിയാരോടൊപ്പമാണ് അബുൽ അസ്വദ് അലി എന്നറിയുന്നത് കാരണത്താൽ അവർക്ക് ആ നിലക്ക് വെറുപ്പുണ്ട്. അപ്പോൾ ഇരുളിൻ്റെ മറവിൽ രാവിൽ ഇവരെന്ത് ചെയ്തും അബുൽ അസ്വദ് അലിയെ കല്ലെറിയുന്നതാണ്. കല്ലെറിയും. എന്തിനാ കല്ലെറിയുന്നത്? ഈ അലി റളിയല്ലാഹുവിനോടുള്ള ഈ ഇത് കാരണത്താൽ അവരുടെ വെറുപ്പ്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരിക്കൽ അബുൽ അസ്വദ് അലി ബനു കുശൈറിനോട് പറഞ്ഞു തന്നാണ്, നിങ്ങളല്ലേ എന്നെ കല്ലെറിയണത്. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളല്ല നിന്നെ കല്ലെറിയുന്നത്, ഞങ്ങളെ കല്ലെറിയുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് നിങ്ങളെ എറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ അസ്വദ് അലി പറയുന്നത്, പെട്ടെന്ന് അവരോട് പറയാണ്, ഖദബ്തും വല്ലാഹ് ലൗ അന്നല്ലാഹ റമാനി ല അസാബരി, നിങ്ങൾ പറഞ്ഞ കളവാണ്. കാരണം അള്ളാഹുവാണ് എറിഞ്ഞത് എങ്കിൽ, എന്നെയാണ് എറിഞ്ഞത് എങ്കിൽ എൻ്റെ പേര് തെറ്റൂല, പിഴക്കൂല, കൃത്യമായിട്ട് വീഴും. പക്ഷേ നിങ്ങളാണ് എറിയുന്നതെന്നുള്ള തെളിവാണിത്. എനിക്ക് കൊള്ളണ്ടില്ല. അള്ളാഹു അല്ല എറിയുന്നത്, അള്ളാഹുവാണ് എറിഞ്ഞതെങ്കിൽ തെറ്റൂല, നിങ്ങളാണ് എറിയുന്നത് ഇരുളിൻ്റെ മറവിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ്. ആ ഖദബ്തും അല്ല, നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പരത് പറഞ്ഞു എന്നാണ്. അവർ ഉത്തരം മുട്ടിച്ചു എന്നുള്ളതാണ്. അല്ല കൊള്ളി ഈ അബുൽ അസ്വദ് അലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താ ചരിത്രത്തിൽ എല്ലാ കഴിവുകളുണ്ട്. പക്ഷേ ചില മനുഷ്യന്മാരല്ലേ, പ്രകൃതിയിൽ മൂപ്പർക്ക് എന്താണ്, മൂപ്പർക്ക് ഒരു പിശുക്കനായിട്ടാണ് അറിയപ്പെട്ടുള്ളത്. മൂപ്പര് ബഖീൽ എന്ന് പറയാൻ പാടുള്ളതല്ല, ബഖീൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഇരുന്നിട്ട് ഈ തീറ്റ. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് പേരിട്ടതിലൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ്. അലാക്കുല്ലിൻ ഇതാണ് ലുഖ്മത്ത്, ലഖ്മിൽ നിന്നാണ് ലുഖ്മാൻ. അതിനാൽ പേര് അറബിയാണ്. ഇതാണ് ഒരു വിഭാഗത്തിൻ്റെ പക്ഷന്മാർ വിഭാഗം പറഞ്ഞതല്ല, ഇത് അജമി പേരാണ്, അനറബി പേരാണ്, ഇത് അറബിയല്ല. രണ്ടായാലും ലുഖ്മാൻ എന്നുള്ള പേര് വ്യാകരണ പ്രകാരം ഗൈറു മുൻസരിഫ് എന്ന് പറയും. ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ ഗൈറു മുനവ്വൻ, ഇതിൽ തൻവീന് വരില്ല. ലുഖ്മാനുൻ, ലുഖ്മാനൻ ഇങ്ങനെ പറയില്ല. പിന്നെ ഇത് കെസറത്ത് കൊണ്ട് ജെറ് ചെയ്യപ്പെടില്ല, ഫതഹത്ത് കൊണ്ടാണ് ജെറ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിൽ കുറേ വ്യാകരണ ചർച്ചകൾ കാണാൻ സാധിക്കും. അജമിയാണ് എങ്കിൽ അനറബി അലമാണ്, ഉജുമത്തും അലമീയത്തും കാരണത്താൽ ഇത് ഗൈറു മുൻസരിഫാണ്. അറബി അലമാണെങ്കിൽ അലമിയത്ത് കൊണ്ടും അലിഫുൻ നൂനും ചേർന്നത് കൊണ്ടും ഇത് ഗൈറു മുൻസരിഫാണെന്നൊക്കെ ചർച്ച. ഇപ്പോൾ ഇവിടെ
നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയല്ല. ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വിവരം തഫ്സീറിൽ വായിച്ചതൊന്നും ഉണർത്തിയെന്ന് മാത്രം. ക്ലാസ് കേൾക്കുന്നതിൽ ചിലർ പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും എന്നുള്ളതായിട്ട്.